അഞ്ചാമത് ഓപ്പൺ കേരള സ്റ്റേറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് RSCയിൽ വെച്ചിട്ട് ഓഗസ്റ്റ് 2-ാം തീയതി നടക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 14 ജില്ലകളിലായിട്ട് 1000-ൽ മേൽപ്പരം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഈവൻ്റാണ്. അതിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി ഭാഗത്തു നിന്നാണ് നമ്മുടെ സായ് സാർ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആയതുകൊണ്ട് ബാക്കി അതിൻ്റെ അതേ ഡീറ്റെയിൽസ് സായ് സാർ പറയുന്നത്. ഓഗസ്റ്റ് 1-2 തീയതികളിലാണ് ഇത് നടത്താൻ വേണ്ടി ആദ്യം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ചില എക്സാമുകൾ കാര്യങ്ങളിൽ വന്നതുകൊണ്ട് അത് ഒറ്റ ദിവസം ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു 1 ഡേ ആക്കിയത്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ 4 പ്രാവശ്യം ഇതിനു മുമ്പ് വിവിധ ജില്ലകളിൽ വെച്ചിട്ട് ഈ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ സാധാരണ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 3, 4, 5 ഓപ്പൺ ചാമ്പ്യൻഷിപ്പുകൾ നടത്താറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ അമേച്ചർ മീറ്റുകൾ കളിക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ ഈ ഓപ്പൺ ചാമ്പ്യൻഷിപ്പുകൾ കുറവായതുകൊണ്ട് ഒരു കുട്ടിക്ക് വർഷത്തിൽ ഒരൊറ്റ ചാമ്പ്യൻഷിപ്പ് മാത്രമേ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അവരുടെ എക്സ്പീരിയൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഒരുപാട് പ്ലേയേഴ്സ് ഒരു 26 വർഷത്തോളമായി കേരളത്തിൽ തൈക്കോണ്ടോ തുടങ്ങിയിട്ട് അതിൽ ഇൻ്റർനാഷണൽ മെഡലിസ്റ്റായ ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ചാമ്പ്യൻഷിപ്പുകൾ ആകപ്പാടെ നമുക്ക് ഈ അമേച്ചർ മീറ്റ് മാത്രം പങ്കെടുത്തിട്ട് പോലും സ്കൂൾ ചാമ്പ്യൻഷിപ്പും യൂണിവേഴ്സിറ്റി പങ്കെടുത്തിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് ഇൻ്റർനാഷണൽ മെഡലിസ്റ്റ് ഉള്ളതാണ്. ലേറ്റസ്റ്റ് നടന്ന വേൾഡ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന് പോലും നമ്മളെ കേരളത്തിലെ കുട്ടികൾ പ്രതിനിധീകരിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഉദ്ദേശത്തിലാണ് കുട്ടികൾക്ക് കൂടുതൽ ചാമ്പ്യൻഷിപ്പ് കളിച്ച് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നത്. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കേരളത്തിൽ വേണമെങ്കിൽ പറയാം സൗത്തിലോട്ടെന്ന് പറയാം. കേരളത്തിൽ ഇലക്ട്രോണിക് സ്കോറിങ്ങിൽ ഇതുവരെ ഇലക്ട്രോണിക് സ്കോറിംഗ് അല്ലായിരുന്നു, മാനുവൽ സ്കോറിങ്ങിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇത് ഫെൻസിങ് പോലെ അവർ കിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്കോർ ഡിസ്പ്ലേയിൽ വരുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് സ്കോറിംഗ് സിസ്റ്റത്തിലാണ് ഈ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇത്രയും വലിയൊരു RC പോലുള്ള വലിയ സ്റ്റേഡിയത്തിൽ നടത്തേണ്ട കാര്യത്തിൽ 10 ക്വാർട്ടറിട്ട് വിവിധ കാറ്റഗറിയിലായിട്ട് കിഡ്ഡീസ്, സബ് ജൂനിയർ, കാഡറ്റ്സ്, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ ഇങ്ങനെയുള്ള 5 കാറ്റഗറി അനുസരിച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്കോറിംഗ് പരിചയപ്പെടുത്തുക എന്ന് തന്നെയാണ്. അതിനാണ് അത് ഇലക്ട്രോണിക് സ്കോറിംഗിൻ്റെ സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവന്ന ലിജിയൺ സ്പോർട്സാണ്. അപ്പോൾ അതുകൊണ്ട് ലിജിയൺ സ്പോർട്സ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന ഈ ചാമ്പ്യൻഷിപ്പിന് തൈക്കോണ്ടോ ഓഫ് കേരളയുടെ എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സ്കോറിങ്ങിൻ്റെ കളിച്ചുള്ള പരിചയം വരാൻ വേണ്ടി, കാരണം നമ്മൾ ആപ്പടെ കിട്ടുന്നത് നാഷണൽ പോകുമ്പോഴും ഇൻ്റർനാഷണൽ പോകുമ്പോഴും മാത്രമാണ് കുട്ടികൾക്ക് അത് കിട്ടുന്നത്, അല്ലെങ്കിൽ നാഷണൽ ക്യാമ്പുകളിലാണ്. അപ്പോൾ ആ ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പുകൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ മത്സരം നടക്കാം. അപ്പോൾ അവിടെ ഏകദേശം 1000-ൽ മേലെ കുട്ടികളും 3000-ൽ മേലെ രക്ഷിതാക്കളും വരുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് 2 ദിവസമായിരുന്നു, അത് നമ്മൾ മാറ്റി 1 ദിവസത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ പ്രോഗ്രാം. നിലവിൽ അവിടെ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് ആയിരിക്കും ഒരു 10 അല്ലെങ്കിൽ 12 കോർട്ടിട്ട് നമ്മളൊരു മാച്ച് നടത്താൻ പോകുന്നത്. ഏകദേശം 65ഓളം റഫറിമാരും 10 കോർട്ടും അല്ലെങ്കിൽ 12 കോർട്ടിലായിരിക്കും നമ്മുടെ മാച്ച് നടക്കുക. അപ്പോൾ രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ആയിരിക്കും ഇവൻറ്റിൻ്റെ ടൈം നടക്കുക. നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ അതിഥിയായിട്ട് വരുന്നത് നമ്മുടെ യമൻ സ്വദേശിയായിട്ടുള്ള നമ്മുടെ ഏഷ്യൻ തൈക്കോണ്ടോ യൂണിയൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മാസ്റ്റർ മുഹമ്മദ് ഇഷാഖ് ആയിരിക്കും നമ്മുടെ മെയിൻ ചീഫ് ഗസ്റ്റ്. പിന്നെ ഇനോഗ്രേഷൻ നമ്മുടെ ശ്രീ പുട്ട വിമലാദിത്യ IPS, കൊച്ചി കമ്മീഷണർ ഓഫ് പോലീസ്, അദ്ദേഹമായിരിക്കും നമ്മുടെ മെയിൻ ഇനോഗ്രേഷൻ. അതോടൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് നമ്മുടെ എറണാകുളം സെൻട്രൽ സിബി ടോം സാറായിരിക്കും നമ്മുടെ മെയിൻ ഇനോഗ്രേഷൻ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചി സൈബർ ഡോം CI അണ്ടരാൾ സാർ. അപ്പോൾ അദ്ദേഹം ഇവർ 3 പേരും ചേർന്നായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇനോഗ്രേഷനും ബാക്കി പരിപാടികളും എല്ലാം ചെയ്യുന്നത്. ടേക്കിൻ്റെ ഭാഗത്ത് നമ്മുടെ മാസ്റ്റർ രതീഷ് സാറായിരിക്കും ജനറൽ സെക്രട്ടറി ആയിട്ട് നമ്മുടെ മെയിനായിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ എറണാകുളം സെക്രട്ടറി മാസ്റ്റർ മുരുകൻ സാർ, പിന്നെ നമ്മുടെ സ്റ്റേക്കിൻ്റെ അല്ലെങ്കിൽ തൈക്കോണ്ടോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ CEO മാസ്റ്റർ അജീബി. അപ്പോൾ ഇവരൊക്കെ ആയിരിക്കും നമ്മുടെ മെയിൻ മുഖ്യ അതിഥികൾ.